നമസ്കാരം. ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾ ഭയന്നു വിറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി റഷ്യ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിനിടെയായിരുന്നു റഷ്യ അവരുടെ വജ്രായുധങ്ങളിലൊന്നായ ഒറഷ്നിക് മിസൈൽ പ്രയോഗിച്ചത്. ഇപ്പോൾ അതാ റഷ്യയുടെ ആയുധപ്പുരയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു വജ്രായുധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏകദേശം 27 ഇരട്ടി വേഗതയിൽ, അതായത് സെക്കൻഡിൽ ഏകദേശം 9 കിലോമീറ്ററിലധികം ദൂരം പാഞ്ഞു ചെന്ന് ശത്രുവിനെ ചാരമാക്കുന്ന ഒരു മഹാശക്തി. അതാണ് വ്ളാഡിമിർ പുടിന്റെ റഷ്യൻ ആയുധപ്പുരയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവങ്കാർഡ് ഹൈപ്പർസോണിക് മിസൈൽ. ലോക ശക്തികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് വീരവാദം മുഴക്കുമ്പോൾ പുടിൻ തന്റെ മാന്ത്രിക പെട്ടിയിൽ നിന്നും ഈ അദൃശ്യഘാതകനെ പുറത്തെടുക്കുകയാണ്. ഇത് വെറുമൊരു ആയുധമല്ല, മറിച്ച് ആഗോള യുദ്ധഭൂമിയിലെ റഷ്യയുടെ അന്തിമ വിജയത്തിന്റെ അടയാളം കൂടിയാണ്. തഞ്ചം നോക്കി കരുക്കൾ നീക്കുന്ന ഒരു സിംഹത്തെ പോലെ പുടിൻ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ ലോകത്തിന് വാസ്തവത്തിൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയധികം മാരകായുധങ്ങൾ കയ്യിലുണ്ടായിരുന്നിട്ടും റഷ്യ എന്തുകൊണ്ട് പെട്ടെന്ന് യുദ്ധത്തിലേക്കൊന്നും എടുത്തു ചാടുന്നില്ല എന്ന ഒരു ചോദ്യം പലരും ഉയർത്താറുണ്ട്. അവിടെയാണ് പുടിൻ എന്ന മഹാതന്ത്രശാലിയുടെ വിജയം ഇരിക്കുന്നത്. വെറുതെ ചാടിപ്പുറപ്പെട്ട് വെടിയുണ്ടകൾ പാഴാക്കുന്നവരല്ല റഷ്യക്കാർ. പുടിന്റെ ഓരോ നീക്കവും അളന്നു മുറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് അദ്ദേഹം നടത്തുന്നത്. ശത്രുവിനെ എല്ലാ വശങ്ങളിൽ നിന്നും ആദ്യം തളർത്തും. പിന്നെ അവരുടെ ആയുധ ശേഖരം ഒഴിഞ്ഞു എന്ന ഉറപ്പു വരുത്തിയ ശേഷം അന്തിമ പ്രഹരം ഏൽപ്പിക്കുക എന്നതാണ് പുടിന്റെ ഒരു രീതിയും അത് നയവുമാണ്. റഷ്യയുടെ സംയമനത്തെ പലരും ദൗർബല്യമായി കാണുന്നുണ്ടെങ്കിൽ അവർക്കാണ് തെറ്റുപറ്റിയത്. വൈകി വന്നാലും ലേറ്റസ്റ്റായി വന്ന് കളി മാറ്റുവാനാണ് യഥാർത്ഥ പോരാളി. ഇതുതന്നെയാണ് പുടിൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന യാഥാർത്ഥ്യവും. എന്താണ് അവങ്കാർഡിനെ ഇത്ര ഭീകരനാക്കുന്നത്? സ്വാഭാവികമായി അങ്ങനെ ഒരു ചോദ്യം വരില്ലേ? ഇതിന്റെ പ്രഹരശേഷിയും വേഗതയും സാങ്കേതിക വിദ്യയും ഏതൊരു ശത്രുവിനെയും മുട്ടുകുത്തിക്കാൻ പോകുന്നതാണ്, അല്ലെങ്കിൽ അതിനത്രയും കഴിവുള്ളതാണ്. ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിക്കാവുന്ന ഇത് അന്തരീക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാനാവാത്ത രീതിയിൽ സഞ്ചാരപഥം മാറ്റാൻ സാധിക്കും. അമേരിക്കയുടെ കോടികൾ വിലമതിക്കുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇതിനെ തൊടാൻ പോലും സാധിക്കില്ല. കാരണം അവങ്കാർഡ് വരുന്നത് ഏത് ദിശയിൽ നിന്നാണ് എന്ന് എപ്പോഴാണെന്നോ തിരിച്ചറിയാൻ ഒരു റഡാറിനും സാധിക്കാറില്ല, അല്ലെങ്കിൽ ഇനി സാധിക്കുകയുമില്ല. 2000 ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഒരു ഉൽക്കാപാതം പോലെ ശത്രു ലക്ഷ്യത്തിനു മേൽ പതിക്കുമ്പോൾ അവിടെ ബാക്കിയാവുക വെറും ചാരം മാത്രമാകും. റഷ്യയുടെ ആയുധപ്പുരയിൽ അവങ്കാർഡിനെ പോലെ 100 കണക്കിന് രഹസ്യങ്ങൾ ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ട്. അവയൊക്കെ എപ്പോൾ പുറത്തെടുക്കണമെന്ന് ഈ പുടിന് കൃത്യമായി അറിയാം. അമേരിക്കയും നാറ്റോയും തങ്ങളുടെ വിഭവങ്ങൾ ചെലവഴിച്ച് തളരുമ്പോൾ പുതിയൊരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണ്. യുദ്ധകളത്തിൽ ആദ്യം വെടിയുതിർക്കുന്നവനല്ല, മറിച്ച് അവസാന വെടിയുതിർക്കുന്നവനാണ് യഥാർത്ഥ പോരാളിയും വിജയി. സമാധാനത്തിന്റെ പുഞ്ചിരി തൂകുമ്പോഴും പുടിന്റെ കണ്ണുകളിൽ കത്തുന്ന ആ നിശ്ചയദാർഢ്യം ശത്രുക്കൾക്ക് എന്നും ഒരു പേടി സ്വപ്നമാകാൻ കാരണവും അതുതന്നെയാണ്. പുടിന്റെ ബുദ്ധിശക്തി ആയുധങ്ങളുടെ ശക്തിയേക്കാൾ ഒരു പടി മുന്നിലാണ്. അവങ്കാർഡ് എന്ന അഗ്നിബാണം റഷ്യയുടെ കയ്യിലുള്ളപ്പോൾ ആഗോള രാഷ്ട്രീയ കളിക്കളത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വീരവാദങ്ങൾ അവങ്കാർഡിന്റെ തീജ്വാലകളിൽ എരിഞ്ഞടങ്ങാൻ പോകുന്ന കാഴ്ചയാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വൈകി വരുന്ന റഷ്യയുടെ ഈ പ്രഹരം ഏറ്റവും മാരകമായിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട.